നിങ്ങളറിയണം, വഅലമൂ ശരിക്കറിഞ്ഞോളൂ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ചിന്തകൾ അല്ലാഹു അറിയുന്നുണ്ട്. വഅലമൂ അറിയണം, അന്നല്ലാഹ ഗഫൂറുൻ ഹലീം അല്ലാഹു പുറത്തു തരുന്നവനാണ്, അല്ലാഹു ക്ഷമയുള്ളവനാണ്, ദയാലുവാണ്, അല്ലാഹു സഹനമുള്ളവനാണ്. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. അവിടെയും വന്നു ഹലീം. ഖൗലും മഅറൂഫ് നല്ല ഒരു വാക്ക് പറയുന്നത്, വമഗ്ഫിറത്തുൻ പുറത്തു കൊടുക്കുന്നതും, ഖൈറുൻ അതാണ് നല്ലത്. ഏതിനേക്കാൾ? മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ ഒരു ദാനം ഒരാൾക്ക് ചെയ്തിട്ട്, ഒരാളെ സഹായിക്കാൻ, ഒരു ദാനം ചെയ്യാൻ, ദാനം ചെയ്തിട്ട് യത്ബഉഹാ അദാ ഞാനല്ലേ നിങ്ങളെ സഹായിച്ചത്, ഞാനല്ലേ നിങ്ങളെ ആ കുടുക്കിൽ നിന്ന് കരകയറ്റിയത്, എൻ്റെ പൈസയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്, ഞാനല്ലേ നിങ്ങളെ സഹായിച്ചത് എന്ന് പറഞ്ഞൊരു മനുഷ്യനോട് ചെയ്ത നന്മ എടുത്തു പറയുന്ന സ്വതക്കയേക്കാളൊക്കെ നല്ലത് ഒന്നും കൊടുക്കാതൊരു നല്ല വാക്ക് പറയലാണ് എന്ന് പറയും. നിങ്ങളൊന്നും കൊടുക്കണ്ട, കൊടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതിനേക്കാളൊക്കെ നല്ലത് നിങ്ങളത് കൊടുക്കാതിരിക്കലാണ്. ഖൗലും മഅറൂഫ് ഖൗലും മഅറൂഫും വമഗ്ഫിറ നിങ്ങൾ പുറത്തു കൊടുക്കുന്നതും നല്ല വാക്ക് പറയുന്നതുമാണ് എടുത്തു പറയുന്ന നന്മയേക്കാളും നല്ലത്. എടുത്തു പറയുന്ന പറയില്ല, അതിനാണ് മന്ന്. ലാ തുബ്തുലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ ഉപകാരം ചെയ്തെടുത്തിട്ട് പിന്നെ അവർക്ക് ഉപദ്രവം ചെയ്യുക, അപ്പോൾ ചെയ്ത ഉപകാരത്തിൻ്റെ കൂലി പോകും. മന്ന് എടുത്തു പറയുക, അത് ഞാൻ തന്നതല്ലേ, അത് ഞങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ, ഇതൊരു മനുഷ്യനോട് പറയരുത്. ചെയ്ത ഉപകാരം അള്ളാഹുവിന് വേണ്ടിയാണ്. അതിനേക്കാളൊക്കെ നല്ലത് ഒന്നും കൊടുക്കേണ്ട നല്ല വാക്ക് പറയലാണ്. എന്നിട്ടല്ല പറഞ്ഞു, വല്ലാഹു ഗനിയ്യുൻ ഹലീം. അവിടെ എന്താ ഗനിയുൻ റഹീം എന്ന് പറഞ്ഞാൽ പോരെ? ഗനിയുൻ ഹലീം എന്നേ പറഞ്ഞു. അള്ളാഹു മുതലാളിയാണ്, അള്ളാഹു ഗനിയാണ്, ഹലീം അള്ളാഹു സഹനമുള്ളവനാണ്. കൊടുത്ത സ്വതക്കയെ നിങ്ങൾ എടുത്തു പറയുമ്പോൾ അള്ളാഹുരത് ഇഷ്ടമാകുന്നില്ല. അതിനർത്ഥം അള്ളാഹു സഹിക്കുകയാണ്, അള്ളാഹ് സഹനം പാലിക്കുകയാണ്. അത് ചെയ്യരുതെന്ന്. ഉപകാരം ചെയ്തിട്ട് അത് മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുത്തുവാക്കായിട്ട് ഇടക്കിടക്ക് നിനക്ക് ഞാനല്ലേ വിസ തന്നത്, ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്, അങ്ങനത്തെ എന്നോട് ഇത് ചെയ്യാൻ പറ്റുമോ? വിസ കൊണ്ടുവന്നതും റൂം കൊടുത്തതും ബെഡ് സ്പേസ് കൊടുത്തതൊക്കെ കഴിഞ്ഞു. അത് നിങ്ങളുടെ ഹിസാബിലേക്ക് നാളെ വരും ഇൻഷാ അള്ളാഹ്. അതിവിടെ പറഞ്ഞതിൻ്റെ കൂലി കളയാതിരിക്കുക അല്ലേ, അങ്ങനെ ചെയ്യേണ്ടത്. അവിടെ അല്ലാഹു ഗനിയ്യുൻ ഹലീം.